ഹലോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. ഞാൻ അൽഹസൻ. പി എസ് സിയിലെ കേരള വാട്ടർ അതോറിറ്റിയുടെ സാധ്യതാ ലിസ്റ്റ് പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. അധിക യോഗ്യതയുള്ള 441 പേരാണ് പുറത്തായിട്ടുള്ളത്. സംസ്ഥാന ജല അതോറിറ്റിയിലെ LD ക്ലർക്ക് വിജ്ഞാപനത്തിലെ നിയമന യോഗ്യതയ്ക്ക് വിരുദ്ധമായിട്ട് PSC പ്രസിദ്ധീകരിച്ച സാധ്യതാ ലിസ്റ്റ് PSC പുനഃക്രമീകരിച്ചിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് പുനഃക്രമീകരിച്ചു. സുപ്രീം കോടതി റദ്ദ് ചെയ്തതിനെ തുടർന്നാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ബിരുദവും 3 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രിയും ഓഫീസ് ഓട്ടോമേഷനുമായിരുന്നു ഈ തസ്തികയുടെ വിജ്ഞാപന പ്രകാരമുള്ള യോഗ്യത. എന്നാൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ DCA യോഗ്യത നേടിയവരെ കൂടി ഉൾപ്പെടുത്തിയാണ് PSC ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് 40 മാർക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് വെറും 4 മാർക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ DCA യോഗ്യത നേടിയവർ തങ്ങളുടേത് ഇതിൻ്റെ തുല്യമോ ഉയർന്നതോ ആയ യോഗ്യതയാണ് എന്ന് അവകാശപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അനുകൂല വിധി സമ്പാദിച്ചതോടെയായിരുന്നു നടപടി. എന്നാൽ അടിസ്ഥാന യോഗ്യത മാത്രമുള്ളവർ ഇത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. കേസ് പരിശോധിച്ച കോടതി റാങ്ക് ലിസ്റ്റ് പുതുക്കാൻ PSCയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതോടെയാണ് വിജ്ഞാപനപ്രകാരമുള്ള നിശ്ചിത യോഗ്യത നേടിയവരെ മാത്രം ഉൾപ്പെടുത്തി പുനഃക്രമീകരിച്ച ലിസ്റ്റ് ഈ മാസം 8-ന് PSC പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൻ ലിസ്റ്റിൽ 355, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 1, ഭിന്നശേഷി ലിസ്റ്റിൽ 1 എന്നിങ്ങനെ 357 പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 2023 ജൂൺ 3-ന് പ്രസിദ്ധീകരിച്ച സാധ്യതാ ലിസ്റ്റിൽ 798 പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 435, സപ്ലിമെൻ്ററിയിൽ 8, സപ്ലിമെൻ്ററി 355, ഭിന്നശേഷി ലിസ്റ്റിൽ 8 എന്നിങ്ങനെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. വിജ്ഞാനപ്രകാരമുള്ള യോഗ്യതയുള്ളവരെ മാത്രം ഉൾപ്പെടുത്തിയപ്പോൾ മുൻ ലിസ്റ്റിലെ 441 പേരാണ് പുറത്തായത്. അതുപോലെ തന്നെ മുമ്പുള്ള ലിസ്റ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റിൽ 435 പേരുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ 435 പേരുണ്ടായിട്ടും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 355 പേരുണ്ടായിട്ടും കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഒരുപാട് കുറച്ചപ്പോൾ കട്ട് ഓഫ് എത്രയായി? 4 ആയി. കാരണം അധിക യോഗ്യതയുള്ള ആളുകൾ ഒഴിവാക്കിയപ്പോഴത്തേക്കിനും കട്ട് ഓഫ് നല്ല കുറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വായിക്കാൻ പറ്റും.